ഇന്നത്തേത് സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും നേന്ത്രപ്പഴം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഈ സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് റോബസ്റ്റോ ചെറുപഴം അങ്ങനെ ഏതെങ്കിലും പഴമൊക്കെ എടുക്കുകയും ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 6 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡ് കുറച്ച് കൂടുതലായിട്ട് തന്നെ വലുപ്പം ഉണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ബ്രെഡ് ആയതുകൊണ്ടാണ് 6 പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പഴത്തിൻ്റെ ബ്രെഡിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബ്രെഡിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ പഴം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് ഈ പഴം സ്പൂണോ ഫോർക്കോ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് സ്പൂണോ ഫോർക്കോ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കുമ്പോൾ അതിൽ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒന്നും ഉണ്ടായി നിർത്തിയിട്ടും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ പഴം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, ഇപ്പോൾ ഞാൻ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയെടുത്ത തേങ്ങയും, പിന്നെ ഈ സ്നാക്കിലേക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും, പിന്നെ ഇതിലേക്ക് മധുരത്തിനും വേണ്ടിയിട്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെയും പഴത്തിൻ്റെയൊക്കെ മധുരം നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 6 പീസ് ബ്രെഡും സൈഡ് പാർട്ടൊന്നും കളയാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് ക്രംസ് അല്പാൽപമായിട്ട് നമുക്ക് ഈ കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഫോർക്ക് മാറ്റി വെച്ചിട്ട് കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അത്രയും അളവിലുള്ള ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള പഴത്തിൻ്റെ പഴുപ്പ് അനുസരിച്ചും പഴത്തിൻ്റെ വലുപ്പ വ്യത്യാസം കൊണ്ടൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബ്രെഡ് ക്രംസിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 3-4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആയിരിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോഴേക്കും തന്നെ എനിക്കിപ്പോൾ ഈ ഒരു കൂട്ട് നല്ല പോലെ കുഴച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ പഴവും ബ്രെഡും തേങ്ങയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന കിടിലൻ സ്നാക്കിലേക്കുള്ള കൂട്ട് ഇവിടെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം നമ്മുടെ ഈ കൂട്ടിൽ നിന്നും അല്പമായി കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ബോൾസ് തന്നെ ആക്കി എടുത്താണെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും നമുക്ക് ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബോൾ ഷേപ്പിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കൂട്ടും ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതായി കൂട്ട് മുഴുവനായിട്ടും തന്നെ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് തന്നെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 2 ബ്രെഡും കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ഓരോ ബോൾസും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദമാവിൽ ഡിപ്പ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടോ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതേപോലെ തന്നെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ ബോൾസും ചേർത്ത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബോൾസ് ഓയിലിലേക്ക് ചേർത്ത് കൊടുത്ത പാടത്തിന് ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും പോരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ മുകളിലേക്ക് ഓയിലൊന്നും ആക്കി കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ഫ്ലെയിം അധികം ലോയിലേക്കും അതേപോലെ ഹൈയിലേക്കും ആക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബോൾസും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഒരു ഭാഗം കളറൊക്കെ ചേഞ്ചായി ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ സ്നാക്ക് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തുകൊണ്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്ക് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നമുക്ക് ഈ സ്നാക്ക് ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കാതെ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് സൂപ്പർ സ്നാക്ക് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്ത പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്ക് വെറും 6-7 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.